മലയാള സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിലുള്ള റിവ്യൂവേഴ്സ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് മുൻകാലങ്ങളിൽ, അതായത് സാഹിത്യ സൃഷ്ടികൾ സിനിമയായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സിനിമാ നിരൂപകന്മാരുണ്ടായിരുന്നു. അവർ കൃത്യമായായിരുന്നു ആ സാഹിത്യ സൃഷ്ടിയെ വിമർശിച്ചിരുന്നെന്നുള്ളത് ഇവരൊന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരുന്നു. ഇവർ ഈ കാണിക്കുന്ന ഗോഷ്ഠികളും ചേഷ്ടകളും ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? സിനിമയും ഇവരുടെ ഗോഷ്ഠികളും ഇവരുടെ ചേഷ്ടകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് സിനിമ കാണുന്ന ഒരു പ്രേക്ഷകനെ ഒരു തരത്തിലും സ്വാധീനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് ആർക്കാണ് ഗുണം? ഇത്തരം ഗോഷ്ഠികളിലൂടെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വ്യൂവേഴ്സിനെ ഉണ്ടാക്കി അവനവൻ്റെ ചാനലുകളിലൂടെ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് എൻ്റെ ധാരണ. ഇങ്ങനെ തന്നെ ഞാനത് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. സിനിമാ നിരൂപകന്മാരുടെ നിരൂപണം വായിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും ആ സാഹിത്യ സൃഷ്ടിയെ ഇവരെന്തുമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സാഹിത്യ സൃഷ്ടിയിലെ അപാകതകൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി നമ്മൾക്ക് അവരുടെ നിരൂപണങ്ങളിലൂടെ മനസ്സിലാകും. ഇവിടെ റിവ്യൂവേഴ്സ് പറയുന്നതിലൂടെ നമുക്ക് യാതൊരു കാര്യവും മനസ്സിലാവുന്നില്ല. ഇവരെന്താ പറയുന്നത്? നായകൻ അത് ചെയ്തു, നായകൻ ഇത് ചെയ്തു, ലാഗ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇതും ഈ സിനിമ മറ്റൊരു പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി യാതൊരു ഫലവും ചെയ്യുന്നില്ല. അതിലെത്രയോ ഭേദമാണ് ഒരു പ്രേക്ഷകൻ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറിയിരിക്കുകയും അയാൾ ആ സിനിമ കാണുകയും അതിനുശേഷം പുറത്ത് വന്ന് അയാളുടെ സഹപ്രവർത്തകരോട് താൻ കണ്ട സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാക്കുന്നതാണെങ്കിൽ തീർച്ചയായും ഇയാളുടെ ഈ വിവരണത്തിലൂടെ മറ്റൊരാളെ തിയേറ്ററിൽ എത്തിക്കാൻ സാധിക്കും. പകരം ഈ റിവ്യൂവേഴ്സിൻ്റെ ഒരു പരിപാടി സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ ഒരു കാരണവശാലും